മാമിന് കടങ്കഥ അറിയാവോ? ഇല്ലല്ലോ മോളെ. അയ്യേ, ഇത്ര വലിയ ആളായിട്ട് അറിഞ്ഞൂടെ? ശരി, മോള് ചോദിക്കേ, മാമൻ പറയാൻ നോക്കട്ടെ. നെറ്റില്ല വട്ടയില്ല. എന്താ? എന്റെ തല. അയ്യേ, മാമൻ തോറ്റേ. പപ്പടം. അമ്മ കറമ്പി, മോള് വിളുമ്പി, മോടെ മോളൊരു സുന്ദരി കോത. ചോണ എന്റെ പറ. അത് എന്റെ അമ്മ. എന്താ വാസു, കായല് വിലയ്ക്ക് വാങ്ങാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഗോപാലനെന്താ പതിവില്ലാതെ ഈ സമയത്ത് പാൽ കൊടുക്കാനൊന്നും പോയില്ലേ? ഞാനൊരു കാര്യം പറയാനാ വന്നത്. വാസു സുമതിയുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? വാസുവിന് സുമതിയെ കല്യാണം കഴിച്ചൂടെ? ഒരു കുട്ടി അവൾക്കുണ്ടെന്നുള്ള സത്യമാണ്. എങ്കിലും അവൾ നല്ലവളാണ്. ഒന്നുമില്ല മോളെ, കൂട്ടാന് എരിവ് കൂടുതലാ. എരിവ് കൂടിയോ എല്ലാരും തിരികെ ചെയ്യാ? കറിയല്ലേ? മോള് ചോറുണ്ടോ? അതുകൊണ്ട് എന്തിനാ? ഒരു കാര്യം പറയാനാ. ഇപ്പൊ പറയണ്ട. അയ്യോ എന്റെ പൊന്നാശാന്, ആ കാര്യം അങ്ങ് വീട്ട്. ആ വാസു മഹാപെശക. പേടിയാവുന്നു? പേടിയാ എനിക്കാ? അത് കൊള്ളാം. ദൈവം തമ്പറ എനിക്ക് 2 കാലം, അതിന് നല്ല ആരോഗ്യമുണ്ട്. എന്തിനാണ്? ഓടാൻ അസലായിട്ട് ഓടും. ധർമ്മ, നീ കണ്ടോ? അവന്റെ കുടല് ഞാൻ എടുക്കും. ആശാന് കുടൽമാലയുടെ ആവശ്യം ഉണ്ടെങ്കിൽ തൽക്കാലം വല്ല ആടിന്റെയും കുടൽമാല. ഇന്ന് നമ്മള് ചോക്ലേറ്റ് എനിക്ക് വേണ്ട. എന്താ? വാസുവാവൻ തന്നാലേ ഞാൻ വാങ്ങിക്കൂ. അപ്പോ ഞാൻ തന്നാ വാങ്ങിക്കില്ലല്ലേ? മോൾ സ്കൂളിലേക്കല്ലേ? ഞാൻ കാറി കൊണ്ടുവിടാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. എന്നാലും എന്നോട് ഇത്ര ക്രൂരത കാണിക്കരുത് സുമതി. ഞാൻ കൊടുത്ത ചോക്ലേറ്റ് പോലും ബിന്ദു വാങ്ങിയില്ല. അവള് ചോക്ലേറ്റ് നിന്നല്ല വളർന്നത്, കഞ്ഞി കുടിച്ചാണ്. ചോക്ലേറ്റ് നിങ്ങളെപ്പോലെ പണക്കാർക്കുള്ളതാണ്. അപ്പോ വാസു പാവപ്പെട്ടാനായിരിക്കും. അതെ. ആരാണ് അയാൾ? അറിയില്ല, പക്ഷേ ഇവിടെയാണ് താമസം. സുമതിയുമായുള്ള ബന്ധം പറയാറായിട്ടില്ല.
കണ്ടിട്ട് പോലും ഇല്ലല്ലോ. വാസുട്ട, എന്നോട് പിണക്കമാണ്. പിണങ്ങാനും ഞാനാരാ? വാസുട്ട, ജോലി ഇല്ലെങ്കിൽ വൈകുന്നേരം മേസ്ത്രി വഴക്ക് പറയും. സാവിത്രി, ഒരു ഗ്ലാസ് ഇങ്ങടുത്തേ. വാസു, വാസു, വാസു എന്ന് എവിടെയാണ് കിടക്കുന്നത്? അല്ല, വാസു പോകൂ. എന്നും കിടക്കുന്നിടത്തേ കിടക്കൂ. വേണമെന്നില്ല. വാസു, ഇത് കയറുപുരയാണ്. ഒരു ചെറിയ തീപ്പൊരി വീണാൽ മതി, എല്ലാം നീറി ചാമ്പലാകും. ചകിരി മാത്രമല്ല, മനസ്സും. വാസു, മനസ്സിനെ നീറ്റിക്കുന്നത് തീപ്പൊരിയല്ല, സംശയമാണ്. എന്നെ ഒരു സ്നേഹിതനായി കണക്കാക്കിയാൽ മതി. വാസു പോകൂ. ഒന്നും കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. സുമതി കിടന്നുറങ്ങിക്കോളൂ. ഇരിക്കൂ ധർമ്മൻ ചേട്ടാ, ഇരിക്കൂ. ആ താഴെ. പിന്നെ ഇത് മാധവൻ ചേട്ടന്റെ ബനിയനാ? മാധവൻ ചേട്ടനും ഞാനും ഒന്നല്ലേ? ധർമ്മ ക്ഷീണിച്ചു പോയോ? ധർമ്മം പോയി ചായ കുടിച്ചോ. ഞാൻ പോയി ചായ കുടിക്കാനോ? ആ ഇത് ആരുടെ ബനിയനാന്നറിയാമോ? മാധവൻ ചേട്ടന്റെ. പട്ടി. സന്തോഷം, സന്തോഷം. ചവിട്ടുകളിങ്ങനെ